ഹായ് ഫ്രണ്ട്സ്, പതിവ് പോലെ നടക്കാനായിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് ഞങ്ങളെല്ലാവരും പോയി. ആകാശത്ത് നല്ല മേഘങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എങ്കിലും തെളിഞ്ഞ സൈഡും ഉണ്ട്. നീല ആകാശമായിരുന്നു. അപ്പോഴത്തേക്കും നോക്കുമ്പോൾ എല്ലാം സൗണ്ട് കേട്ടോ. ഒരു എയറോപ്ലെയിൻ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നേ, ഹെലികോപ്റ്റർ. അതേ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചിക്കൻ കൊണ്ടുവന്ന് പാത്രത്തിലിട്ട് വെച്ചേക്കുന്നു. പിന്നെ അതിൻ്റെ പണിപ്പുരയിലേക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളിലൊക്കെ ആയി. രാത്രിയിലത്തേക്ക് കറി വയ്ക്കാനൊന്നുമില്ല, മീൻ മാംസമൊക്കെ തീർന്നിരുന്നു. അപ്പോൾ ഇന്ന് ചിക്കൻ്റെ മസാലയില്ലാത്തൊരു കറിയാക്കാമെന്ന് വിചാരിച്ചു. കറി ഒരു തിക്ക് ഗ്രേവി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെജിറ്റബിളൊക്കെ എടുത്ത് വെച്ചു. ഉള്ളി എടുത്ത് വെള്ളത്തിലിട്ടു. പെട്ടെന്ന് തന്നെ അത് ഒരുക്കാനായിട്ട് എളുപ്പമുണ്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒരുക്കിയെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട്. ഈ ഒരു അരിഞ്ഞെടുക്കുന്ന പരിപാടി കഴിഞ്ഞാൽ തന്നെ കറിയുടെ പകുതി ജോലി കഴിഞ്ഞു. പിന്നെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ കറി റെഡിയാകാം. ചിക്കൻ കഴുകിയെടുക്കലും ഈ വെജിറ്റബിൾ കട്ട് ചെയ്യലുമാണ് പണി. കുറച്ച് മല്ലിയില ഇരിപ്പുണ്ട്, അതും കൂടെ എടുത്തിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി തക്കാളി അരിഞ്ഞ് വെച്ചു, വെളുത്തുള്ളി ഒരുക്കി വെച്ചു, പച്ചമുളക് നടുകെ കീറി വെച്ചു, ഇഞ്ചി കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചു. എളുപ്പമുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ചട്ടിയിലേക്ക് ഇട്ടാൽ മതി. ചൂട് ചട്ടിയുള്ളൊരു പാത്രം എടുത്ത് അടുപ്പത്തിൽ വെച്ചു. ചെറിയ ഉള്ളി ആദ്യം എടുത്ത് ഇട്ടതിന് ശേഷം അത് ഒന്ന് വഴറ്റി ഇതാക്കി പച്ചമുളകും ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. കംപ്ലീറ്റ് അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓരോന്നായിട്ടല്ലാതെ എല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ട് നന്നായിട്ടൊരു ചെറിയൊരു ബ്രൗൺ കളറ് വരുന്ന വരെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ച മണമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ എടുത്ത് പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ മാത്രം പോരാ, ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മല്ലിമുളകൊക്കെ ഇട്ടു. ചിക്കൻ എടുത്ത് അടുപ്പത്തേക്ക് ഇട്ടു. ചൂട് കെട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി അങ്ങ് കൊടുത്തേച്ചാൽ മതി. ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളതാണ് കേട്ടോ. ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ എടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇടയ്ക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഉപ്പ് ഞാനേതായിരുന്നാലും ഒരുപാട് മുളകും മല്ലിയും മസാലപ്പൊടി ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ആ ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കുരുമുളക് പൊടിയും കൂടി ചേർക്കണം അതിനകത്ത്. എല്ലാം പൊടികളായതുകൊണ്ട് അതിനകത്തേക്ക് ചേർത്ത് ഗോതമ്പിൻ്റെ മാവ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി. ഒരു മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ നല്ല അതും അരിഞ്ഞ് വെച്ച് സലാഡ് ഉണ്ടാക്കി. അങ്ങനെ സലാഡും ചിക്കൻ കറിയും ചിക്കനും ചപ്പാത്തി എല്ലാം കൂടെ ഞങ്ങൾ കഴിക്കാനുള്ള സമയമാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ രാത്രിയിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ എല്ലാവരും പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചു. അപ്പം നമ്മളങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു, എല്ലാവർക്കും ഓരോ പ്ലേറ്റിലേക്കായിട്ട്. ഓക്കെ, ബൈ.